നമസ്കാരം. 2026 PSC ചോദിച്ച കേരള ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? ഇതൊക്കെയാ നോക്കി. ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ. കാലഗണന ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എന്തറിഞ്ഞിരിക്കണം? വർഷം അറിഞ്ഞിരിക്കണം. ആദ്യം ഈഴവ മെമ്മോറിയൽ എന്നാണ്? ഈഴവ മെമ്മോറിയൽ 1896 നിവർത്തന പ്രക്ഷോഭം എന്നാണ്? അത് 1932. മലയാളി മെമ്മോറിയലോ? അത് 1891. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും വർഷം അറിയാം. ഇനി ഇത് എന്ത് ചെയ്താൽ മതി? നേരെ എഴുതിയാൽ മതി. ആദ്യം ഏത് വരും? ആദ്യം മലയാളി മെമ്മോറിയലായ 3. അപ്പോൾ 3 വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലേ? ഓപ്ഷൻ എ. പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഇതിൽ. ഇതറിയാവുന്നവർക്ക് ഇപ്പോൾ 3 അല്ല, അവസാനം 3 അല്ല എന്നുള്ളത് അറിഞ്ഞാൽ തന്നെ 2 ഓപ്ഷൻ ഇട്ട് കളയാനൊക്കെ പറ്റും. അപ്പോൾ എപ്പോഴും നിങ്ങൾ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം എന്താണ് ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു 1891 പറഞ്ഞു. അതിൽ തിരുവിതാംകൂറിലെ സർക്കാർ സർവീസുകളിൽ പരദേശി ബ്രാഹ്മണരുടെ ആധിപത്യത്തിനെതിരെ സ്വദേശികൾക്ക് ജോലി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 1891 ജനുവരി 1 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ച നിവേദനമാണിത് അല്ലേ? ഇതിൻ്റെ നേതൃത്വം നൽകിയത് ആരായിരുന്നു? GP പിള്ളയായിരുന്നു. ആർക്കാ സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാൾ മഹാരാജാവും. ഇനി ഈഴവ മെമ്മോറിയലോ? അത് ഈഴവ സമുദായത്തിന് സർക്കാർ ജോലികളിൽ പ്രവേശം നിഷേധിച്ചതിനെതിരെ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണ്. 2 മാർക്ക് കൊടുത്തിട്ടുള്ള ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത് കേട്ടോ. വർഷം ഓർത്തിരിക്കുക. മലയാളി 1891. അത് കഴിഞ്ഞിട്ട് 1896 ഈഴവ മെമ്മോറിയൽ. അത് പൽപ്പുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഇനി നിവർത്തന പ്രക്ഷോഭം എന്തായിരുന്നു? 1932 ഭരണഘടനാ പരിഷ്കാരങ്ങളെ തുടർന്ന് തിരുവിതാംകൂർ നിയമസഭകളിൽ ജനസംഖ്യ ആനുപാതികമായി ഈഴവ, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണിത്, നിവർത്തന പ്രക്ഷോഭം. അത് 1932. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മൾ ഈ കേരള ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് കുറച്ചാണ് ഉള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യപ്പെട്ട 2026 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അറ്റൻഡർ മെയിൻസ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞുള്ള നമുക്ക് ചെയ്യാം കേട്ടോ, അടുത്ത ദിവസങ്ങളായിട്ട് ചെയ്യാം. അപ്പോൾ BFO ഈ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. അടുത്തത് ഇനി നമ്മൾ APO അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകനാരാണ്? ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ ആരാണ്? K. വാസുദേവ പിള്ളയാണ് കേട്ടോ. ആരാണ്? K. വാസുദേവ പിള്ള. ഓക്കെ. ഇതിൽ പ്രൊഫസർ P. സുന്ദരം പിള്ള, അദ്ദേഹം ഒരു ചരിത്രകാരനും തത്വചിന്തകനും ഒക്കെയാണ് കേട്ടോ. പിന്നെ തമിഴ് ജനതയുടെ ഒരു സാംസ്കാരിക ഗീതമായ മനോന്മണീയം രചിച്ചത് ആരാണ്? പ്രൊഫസർ P. സുന്ദരപിള്ളയാണ് കേട്ടോ. ദെൻ KP മാധവൻ നായർ ആരാണ്? സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ KPCC പ്രസിഡൻറ്റും അല്ലേ ഒക്കെ ആയിരുന്നു KP മാധവൻ നായർ. V. കൃഷ്ണൻ തമ്പി, അദ്ദേഹം തിരുവിതാംകൂറിൽ പ്രശസ്തനായ കൊട്ടാരം കവിയും നാടകകൃത്തും സംസ്കൃത പണ്ഡിതനും ഒക്കെ ആയിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ റാണി ഗൗരി ലക്ഷ്മി ബായിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് തിരുവിതാംകൂറിൽ സംരക്ഷണം നൽകി. സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കി. അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കി. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഏത് ആൻസർ വരുന്നത്? 2ഉം 4ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ B അല്ലേ? ഓപ്ഷൻ B ആണ് ആൻസർ വരുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. തിരുവിതാംകൂറിൽ ആധുനിക രീതിയിലുള്ള സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ബായി ആണ്. സെക്രട്ടേറിയറ്റ് സമ്പ്രദായം ഗൗരി ലക്ഷ്മി ബായി. അതുകൂടാതെ അടിമ വ്യാപാരം നിർത്തലാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് അത് 1812 അല്ലേ? അതാരാണ്? അതും റാണി ഗൗരി ലക്ഷ്മി ബായി ആണ്. അപ്പോൾ സെക്രട്ടേറിയറ്റും അടിമ വ്യാപാരവും 2ഉം ഗൗരി ലക്ഷ്മി ബായി ആണ്. അത് ശരിയാണ്. ഇനി തെറ്റായത് നോക്കി.
ലണ്ടൻ മിഷൻ സൊസൈറ്റിക്ക് തിരുവിതാംകൂറിൽ പ്രവർത്തന അനുമതി നൽകിയത് ആരാണ്? റാണി ഗൗരി പാർവതിബായിയാണ്. ലക്ഷ്മിബായി അല്ല, പാർവതിബായിയാണ് കേട്ടോ, പാർവതിബായിയാണ്. പിന്നെ തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം പ്രഖ്യാപിച്ച പ്രശസ്തമായ വിദ്യാഭ്യാസ വിളംബരം പുറപ്പെടുവിച്ചതും റാണി ഗൗരി പാർവതിബായിയാണ് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ അത് രണ്ടും തെറ്റിയത്. ഇപ്പോൾ ഗൗരി ലക്ഷ്മിബായി എന്ന് പറയുമ്പോൾ അവിടെ സെക്രട്ടേറിയറ്റ് സമ്പ്രദായവും അടിമ വ്യാപാരവുമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇതിൽ ആരാണ്? മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ആരാണ്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആണ് കേട്ടോ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. മലബാർ ലഹള എന്നാ 1921 അല്ലേ? 1921 മലബാർ ലഹളയ്ക്ക് ശേഷം ദുരിതബാധിതർക്കിടയിൽ ആശ്വാസ പ്രവർത്തനങ്ങളും പിന്നെ പുനരധിവാസവും അതൊക്കെ നടത്തിയത് നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ് കേട്ടോ. ബാക്കി ഓപ്ഷൻസ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, ദെൻ NSS, തിയോസഫിക്കൽ സൊസൈറ്റി, അത് മലബാർ ലഹളയുമായിട്ട് അത്രയൊരു ബന്ധമൊന്നുമില്ലാത്ത സംഘടനകളാണ്. അടുത്ത ചോദ്യങ്ങൾ നോക്കാം. ഇനി CEO ഡ്രൈവറായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ അല്ലാത്തത് ഏത്? ആത്മോപദേശ ശതകം, ആദിഭാഷം, പ്രാചീന മലയാളം, അഭിനവ കേരളം. ചട്ടമ്പി സ്വാമിയുടേതല്ലാത്തത് ഏതൊക്കെയാണ് ഇതിൽ വരുന്നത്? ആത്മോപദേശ ശതകവും പിന്നെയോ അഭിനവ കേരളവും. ആത്മോപദേശ ശതകം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് അല്ലേ? അഭിനവ കേരളം ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ്റേതാണ്. ആദിഭാഷയും പ്രാചീന മലയാളവും ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് അല്ലേ? പിന്നെ വേദാധികാര നിരൂപണം, ജീവകാരുണ്യ നിരൂപണം അല്ലേ, അതൊക്കെ ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏതാണ്? മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം, കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം ഉടമ്പടി. വർഷം കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണോ അല്ലേ? ആറ്റിങ്ങൽ കലാപമൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഏതാണ്? 1721 ആറ്റിങ്ങൽ കലാപം. കുളച്ചൽ യുദ്ധവും 1741. ദെൻ മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം 1729. ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. അപ്പം എല്ലാ വർഷവും കിട്ടി. ഇനി നമുക്കത് ശരിയായിട്ട് എഴുതിയാൽ മതിയല്ലോ. ഏത് ഓപ്ഷനാണ് വരിക? ആദ്യം വരുന്നത് ആറ്റിങ്ങൽ കലാപം. അപ്പോൾ തന്നെ നമുക്കറിയാം ഓപ്ഷൻ C ആണ് അല്ലേ? ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലുണ്ടായ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ്. ഇതിൻ്റെ വർഷമൊന്നും ഒരിക്കലും മറന്നു പോരുത്, 1721 അല്ലേ? 1721. പിന്നെ മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം എന്നാണ്? അത് 1729 അല്ലേ? രാജാവായി ചുമതലയേറ്റത് 29 ഇനി കുളച്ചൽ യുദ്ധം 1741. 21 ആറ്റിങ്ങൽ കലാപം, 41 കുളച്ചൽ യുദ്ധം. അത് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ്. ദെൻ ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നാണ്? 1792 അല്ലേ? അത് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ആത്മവിദ്യാസംഘം വൈകുണ്ഠസ്വാമി, അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ, യോഗക്ഷേമ സഭ അയ്യങ്കാളി. തെറ്റായത് ഏതാ ഇതിൽ? ഇതാ ഒന്നാമത്തെയും നാലാമത്തെയും തെറ്റാണല്ലേ? ഒന്നാമത്തെയും നാലാമത്തെയും തെറ്റാണ്. ആത്മവിദ്യാസംഘം ആരുടെയാണത്? വാഗ്ഭടാനന്ദൻ്റെ അല്ലേ? അതെ, വാഗ്ഭടാനന്ദൻ്റെ ആണ് അല്ലേ? സമത്വ സമാജം ആരുടേതാണ്? വൈകുണ്ഠസ്വാമി കേട്ടോ. ഇപ്പോൾ വാഗ്ഭടാനന്ദനും വൈകുണ്ഠസ്വാമിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആത്മവിദ്യാസംഘം ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ്റേതാണ്. ഓക്കെ. ഇനി യോഗക്ഷേമ സഭ അത് തെറ്റിയതാണല്ലേ? അത് ആരുടേതാണ്? അയ്യങ്കാളിയാണ് കൊടുത്തിരിക്കുന്നത്. യോഗക്ഷേമ സഭ ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടല്ലേ? അതായത് നമ്പൂതിരി സമുദായത്തിലെ പരിഷ്കാരങ്ങൾക്കായി അല്ലെങ്കിൽ പരിഷ്കരണങ്ങൾക്കായി സ്ഥാപിച്ച സംഘടനയാണ്. VT ഭട്ടതിരിപ്പാട്, EMS അങ്ങനെയൊക്കെയുള്ളവരാണ് നേതാക്കൾ. അയ്യങ്കാളിയുടെ ഏതാ? അയ്യങ്കാളി സ്ഥാപിച്ചൊരു സംഘടന ഏതാണ്? സാധുജന പരിപാലന സംഘം. 1907 സാധുജന പരിപാലന സംഘം. അപ്പോൾ അത് രണ്ടുമാണ് തെറ്റായിപ്പോയത്. ബാക്കി രണ്ടും കറക്റ്റാണ്. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. അത് രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യം,
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കി, ആത്മോപദേശ ശതകം ആദിഭാഷ, പ്രാചീന മലയാളം ആദിഭാഷ, വേദാധികാര നിരൂപണം അഖിലത്തിരുട്ട്. ഇതിൽ അദ്ദേഹത്തിൻ്റെത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ വരുന്നത്? ഇത് അല്ലേ? അപ്പം 2 സി അല്ലേ? 2 മാത്രമാണ് ശരിയായിട്ടുള്ളത് അല്ലേ? അതെ. അതായത് ഇതൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും ചോദിക്കുന്നത്. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്, അപ്പോൾ അത് പറ്റില്ല. അഖിലത്തിരുട്ട് അതും തെറ്റാണ്. അപ്പോൾ ഏതാ കറക്റ്റായിട്ടുള്ളത്? പ്രാചീന മലയാളവും ആദിഭാഷയുമാണ്. ഇനി ലാസ്റ്റ് ചോദ്യമാണ് കേട്ടോ. ഇതാണ്: മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? 1916 പാലക്കാട് വെച്ച് അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ്. ആരായിരുന്നു ആനി ബസന്റ്? 1916 പാലക്കാട് വെച്ച് നടന്ന 1-ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ നേതാവും കൂടിയായിരുന്നു അല്ലേ? ആനി ബസന്റ് ആണ്. ജവഹർലാൽ നെഹ്റു, മൊയ്തു മൗലവി എന്നിവരൊക്കെ, പിന്നെ KP കേശവ മേനോനൊക്കെ എന്താണ്? മലബാറിലെ രാഷ്ട്രീയ നീക്കങ്ങളിൽ സജീവമായിരുന്നതാണ് കേട്ടോ. പക്ഷേ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി വഹിച്ചത് ആനി ബസന്റ് ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ത്യൻ ഹിസ്റ്ററിയായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് പഠിക്കാം. താങ്ക് യു.